അനുഗ്രഹീതമായ നല്ല സമയത്തിനെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുലന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവവചനം ക്രമീകൃതമായ നിലയിൽ പഠിക്കുവാൻ ദൈവം വീണ്ടും നമുക്ക് അവസരത്തെ ഒരുക്കിയതിനായി ദൈവത്തിന്റെ സകലമാനവും പുകഴ്ചയും ഞാൻ അർപ്പിക്കും. നമ്മുടെ ഈ ക്ലാസ് തുടർമാനമായി കേൾക്കുന്ന പലരും പല അഭിപ്രായങ്ങളും പല ചോദ്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എല്ലാവറ്റും മറുപടി പറഞ്ഞ് പോകാറില്ല. എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത ചിലതൊക്കെ ഞാൻ പറയുന്നുമുണ്ട്. അതിൽ ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശമാണ്, പാസ്റ്ററെ ലേവ്യ പുസ്തകം പാസ്റ്റർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് തരണം, ചർച്ച പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തൊന്ന് ഇട്ട് തരണം എന്നൊക്കെ പറഞ്ഞു. അമേരിക്കയിൽ നിന്നും ഒരു സഹോദരിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം തന്നത്. ഞാൻ പറഞ്ഞു അതിന്റെ ക്രമീകരണം ചെയ്യാം, ഇല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്താണ്ട് ഇട്ട് തരാം എന്ന് പറഞ്ഞ് ഞാനതിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ക്ലാസ് പൂർണ്ണമാനമായി കേൾക്കുന്നുണ്ട്. അപ്പോൾ ലേവ്യ പുസ്തകം പൂർണ്ണമായും പഠിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവവചന പഠനം അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് അറിയാനുള്ളൊരു താല്പര്യവും ഒക്കെ തോന്നി. അതുകൊണ്ടാണ് കർത്താവും ലേവ്യ പുസ്തകം പഠിച്ച കാര്യവും 6 വയസ്സായപ്പോഴേക്കും ലേവ്യ പുസ്തകം മുഴുവൻ ഹൃദിസ്ഥമാക്കുന്നതും പിതാക്കന്മാരത് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമൊക്കെ വളരെ നന്നായി സ്പർശിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അതിന് റിക്വസ്റ്റ് വെച്ചത്. ഞാൻ പറഞ്ഞത് വേറൊന്നിനുമല്ല, നിങ്ങൾക്കും ആ ഒരു താല്പര്യം ഉണ്ടാകണം. അങ്ങനെ ക്രമീകൃതമായ ദൈവജനം അറിയാൻ ശ്രമിക്കുമ്പോഴാണ് തെറ്റുകൂടാതെ, മിസ്റ്റേക്കുകൾ കൂടാതെ. ഞാൻ എന്തിനാ ഇങ്ങനെ കൂടുതൽ വെക്കുന്നറിയാം. എനിക്കാരോ എന്നോടൊപ്പം പഠിച്ച ആരോ സഹോദരന്മാരൊരാള് ഒരു വീഡിയോ ഇട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ കേട്ടപ്പോ എനിക്ക് പിന്നെ ചിരിയും വന്നങ്ങ് സങ്കടം തോന്നിപ്പോയി. അപ്പം വേദപുസ്തകം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഭയങ്കര ജ്ഞാനി എന്ന് സ്വയം ധരിച്ചു വെച്ച ആള് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള വാക്യത്തിൽ ആകാശം എന്നൊരു സംഗതി ഇല്ല എന്നുള്ളത് നേഴ്സറി പഠിക്കുന്ന പിള്ളേർക്ക് വരെ അറിയാം. അപ്പൊ പിന്നെ അവിടെ തന്നെ വേറെ ദിവസം തെറ്റി. രണ്ടാമത്തെ കാര്യം, ഭൂമി രൂപമില്ലാതിരുന്നു. പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിനും ഒരു ഷെയ്പ്പ് ഉണ്ട്, ഭൂമിക്ക് ഒരു രൂപം ഇല്ലായിരുന്നു. അപ്പം ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് അതിന് മീതെ കളിച്ചുകൊണ്ടിരുന്നു. പുള്ളി പറയാ, പരിശുദ്ധാത്മാവ് അതിന് മീതെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിന് മുമ്പ് ദൈവം എവിടെ ആയിരുന്നു എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ വേദപുസ്തകത്തിന്റെ വലിയ മിസ്റ്റേക്ക് നമുക്ക് കാണാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് കേട്ട് കുറെ ചിരിച്ചു. കാരണം അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, ഈ മറുപടി അർഹിക്കുന്ന ചിലരുണ്ടല്ലോ, അവരുടെ ഈ മറുപടി കൊടുക്കാവും. അല്ലാതെ ഇവരിങ്ങനെ ജയിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കുഞ്ഞു കൊച്ചുങ്ങളെ അപ്പനമ്മമാർ ഇങ്ങനെ ലാളിച്ച്, പ്രത്യേകിച്ചും അപ്പന്മാർ എന്ത് ചെയ്യുന്നറിയാമോ, ഇങ്ങനെ കിടന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും കുഞ്ഞുങ്ങൾ കയറി വരുന്നത്. കാരണം അപ്പന്റെ നെഞ്ചത്തേക്ക് ഒരു 2 ഇടിയൊക്കെ ഇടിച്ചിട്ട് ഞാൻ അപ്പനെ കൊന്നേ, അല്ലെ പപ്പായോട് കുറിച്ച് ഞാൻ ജയിച്ചേന്ന് പറയുമ്പോ അപ്പൻ തുറാന്ന് പറഞ്ഞ് കിടക്കും, ഇല്ലേ? അപ്പൊ കൊച്ചു പറയാം, പപ്പായെ തോപ്പിച്ചു, ഞാൻ ജയിച്ചു. പപ്പായൊക്കെ സമ്മതിക്കുകയും ചെയ്യും, നീ ജയിച്ചടാവുകയും. അതന്നെ, കുഞ്ഞിനെ ജയിക്കാനുള്ള തന്റെ ഇടമോ പ്രാഗൽഭ്യമോ ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. ആ കുഞ്ഞിനോട് ഗുസ്തി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വിവേകമുള്ളവൻ ചെയ്യുന്നൊരു പണിയല്ല. മനസ്സിലായല്ലോ? ഈ തിരുവനന്തപുരത്ത് MP ആയിരുന്ന നമ്മുടെ ശശി തരൂർ ഒരിക്കലൊരു കാര്യം പറഞ്ഞു. ഈ കഴിഞ്ഞ ഇടയ്ക്കത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഷേക്സ്പിയറിന്റെ ഒരു സെന്റൻസ് കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുക, പന്നിയോട് ഗുസ്തി പിടിക്കാൻ പോകരുത്, അതിനത് ഇഷ്ടമാണ്, പക്ഷെ നമ്മളാ നാറുന്നത്. ശരിയല്ലേ? പന്നിക്ക് അത് ഇഷ്ടമാണ്, പക്ഷെ നാറുന്ന നമ്മളാണ് എന്ന് പറഞ്ഞ പോലെ ചിലതിനൊന്നും നമുക്ക് മറുപടി അർഹിക്കുന്നതല്ല ഇങ്ങനെയുള്ള വിഡിത്തമായ ചോദ്യങ്ങൾ. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തെ കുറിച്ചല്ല, ഈ സംവാദക്കാരും എത്തിസ്റ്റുകളും ഒക്കെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ബലം, അതിന്റെ വാല്യൂ അത്ര ഉള്ളെന്ന് പറയാനാ. പക്ഷെ എന്ത് കരുതി നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ കയ്യിൽ മറുപടി പറയാൻ വേണം. ആ ചോദ്യമൊക്കെ ചോദിക്കുമ്പം ഏലിയാവ് തീ ഇറക്കിയെന്നും
കാരാകത്തിൽ കിടന്ന് ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി നിന്നും പറഞ്ഞാലൊന്നും ഇവരുടെ ഊരി പോരാനൊക്കെ. അത് ഈ ഹോളിനകത്ത് കിടന്നത് ബഹളം വെക്കാൻ മാത്രമേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പം അച്ഛന്മാരും കൂടെ BJP ചേരുകയും പിന്നെ അവരും കൂടെ ചേർന്ന് പള്ളി പൊളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം വന്നതുകൊണ്ട് ഇനി എത്ര നാൾ ഇങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് റണ്ണിങ് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അധികം നാൾ കാണാൻ സാധ്യത കാണുന്നില്ല. പക്ഷേ ലഭ്യമായ സമയം പരമാവധി നമുക്ക് വചനത്തിൽ വേരൂന്നി വളരാൻ, അല്ലേ? പണ്ട് അങ്ങനെയൊക്കെ പാടുമായിരുന്നു. ഇപ്പൊ ആ പാട്ടൊന്നും ആർക്കും വേണ്ട. കൃപകളും വരങ്ങളും ജോലി ചെയ്ടുവാൻ, അടുത്ത വാക്ക്, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കണ്ടോ? വചനത്തിൽ വേരൂന്നി വളരണം. നമ്മുടെ വേര് മുഴുവൻ, റൂട്ട്സ് മുഴുവൻ വചനത്തിനകത്തായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഉലകത്തിൽ ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഒരൊറ്റ ചോദ്യവും വചനത്തിന് നേരെ വന്നിട്ടില്ല, വരികയുമില്ല. മറുപടി കൊടുക്കാൻ കഴിയാതിരുന്ന നമുക്ക് ഈ വചനത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഇത്രയേ ഉള്ളൂ. ഈ കണ്ണടച്ചും കാര്യങ്ങളെ വിവേചിക്കാതെയും നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കരുത്. ഈ ഞാനെപ്പോഴും പറയാനുള്ളൂ, നമ്മളെ കുഴപ്പിക്കുന്ന മുഴുവൻ നമ്മുടെ ഇടയിലുണ്ടെന്ന ഈ പാട്ടുകൾ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ തെറ്റായ ഒരുപാട് സന്ദേശങ്ങൾ. സാധ്യമേ, എല്ലാം സാധ്യമേ എന്ന് യേശുവൻ കൂടെയുള്ളതാൽ അസാധ്യമായി എനിക്കൊന്നുമില്ല ദൈവത്തെ കൊണ്ട്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ നമ്മൾ പറഞ്ഞ ഉടനെ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാനിരിക്കുന്ന ആളാണോ കർത്താവ്? അല്ലല്ലോ. അപ്പോൾ ആ വചനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പൊരുൾ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജനത്തിന്റെ ഇടയിൽ എന്തുകൊണ്ടാണെന്നറിയോ, ആവേശത്തോടെ ചാടി ഇറങ്ങി വരുന്ന ആളുകൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ മനസ്സ് മടുക്കുന്നതും പിന്തിരിഞ്ഞു പോകാനും ഒക്കെ കാരണം വചനത്തെ അറിയേണ്ട പോലെ അറിയാതെ പിൻഗമിക്കേണ്ടതുപോലെ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു നിരാശയുടെ സാഹചര്യം മാത്രമാണ്. ഞാൻ എന്തിനത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അങ്ങനെ അധികമായി പ്രയോജനപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ മുഖവരായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, രാമയിൽ ഒരു വലിയ നിലവിളി ഉയർന്നു. റാഹേൽ മക്കളെ ചൊല്ലി കരയും. യെരമ്യാപ്രവചനത്തിന്റെ വാക്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് നിവൃത്തി എന്നവണ്ണം ദേശത്ത് ജനിച്ച ആൺകുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന രംഗം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് അവസാനിപ്പിച്ചു. അപ്പൊ ഞാനൊരു കാര്യം ഓർപ്പിച്ചു, റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു എന്ന് പറയുമ്പോൾ റാഹേൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റാഹേൽ എന്ന ഒറ്റ വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചല്ല, ഇസ്രായേലിയ സ്ത്രീകളെ മൊത്തം ഉദ്ദേശിച്ചുകൊണ്ട് ആ കാലത്ത് പറയപ്പെടുന്ന ഒരു പദമാണെന്ത്? റാഹേൽ. ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ മദിരാശികൾ എന്ന് പറഞ്ഞാൽ ആരാ? തമിഴ്നാട്ടുകാരെന്ന് മാത്രമല്ല, ഈ സൗത്ത് ഇന്ത്യൻസിനെ മുഴുവൻ അവർ പറഞ്ഞ പേരാണ് മദിരാശികൾ. മലയാളികളെല്ലാം മദിരാശികൾ എന്നാ പറഞ്ഞു. ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ അറിയാം, വടക്കേണ്ടി ചെന്നവർക്ക് അത് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഉദാഹരണം പറഞ്ഞത്, റാഹേൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇസ്രായേലിയ യഹൂദ സ്ത്രീകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് റാഹേൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. അപ്പോൾ ഹെരോദ് വളരെ തന്ത്രപൂർവം ഒരു രാജാവിന്റെ ജനനം നടന്നു എന്നറിഞ്ഞ് 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയാൻ, നിങ്ങൾ നോക്കണേ, ആ സൊസൈറ്റിക്കിടയിൽ യാതൊരു പ്രകോപനം ഉണ്ടാകാതെ, ആളുകൾ കൂട്ടം കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒന്നും ശ്രമിക്കാതെ വളരെ തന്ത്രപരമായി പട്ടാളക്കാർക്ക് അധികാരം കൈമാറി ഏത് വീട്ടിലും കയറി ഇറങ്ങി അന്വേഷിക്കുന്നതിനുള്ള അധികാരമൊക്കെ നൽകിയാണ് ഹേരോദാവ് ഈ കാര്യം ചെയ്തെടുത്തത്. ഈ സന്ദർഭത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയും കൊണ്ട് യോസഫും മറിയയും ഒരു നദീതീരത്തോട് ഓടുക. 2-3 ദിവസം ഓടി അവർ ഈജിപ്തിലെത്തി, മിസ്രൈമിലെത്തി. റൈനോകുലുറ എന്ന് പറയുന്ന നദിയുടെ തീരത്തോടാണ് അവർ ഓടിയത്. റൈനോകുലർ, RHINOCULAR, റൈനോകുലറ എന്ന് പറയുന്ന ആ നദിയുടെ തീരത്തൂടെ യോസഫും മറിയയും വാഴ്ത്തപ്പെട്ട കർത്താവിനെയും കൊണ്ട് ഏകദേശം 2-3 ദിവസത്തോളം യാത്ര ചെയ്ത് അവർ ഈജിപ്തിലെത്തി.
നിങ്ങൾക്കറിയാമോ, ഞാൻ പറഞ്ഞില്ലേ, ആ കാലത്ത് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യനാണ് ഹെരോദാവ്. ആ കാലത്ത് ഏറ്റവും ധനികനും ആരാണ്? ഹെരോദ രാജാവാണ്. ഇവർക്ക് റോമാക്കാർക്ക് കാശ് കൊടുത്താണോ പുള്ളി രാജാവ് എന്നുള്ള പദവി വാങ്ങിച്ചെടുത്തത്? അല്ല, ഇവിടെ ആരും പുള്ളി രാജാവായിട്ട് വാഴിച്ചതൊന്നും അല്ലല്ലോ. റോമൻ ഭരണമാണല്ലോ നടക്കുന്നത്. അപ്പൊ അവരുടെ കീഴിൽ ആ അധികാരം കിട്ടിയതിന്റെ പേരിൽ എല്ലാ നിലയിലും നാടൻ ഭാഷ പറഞ്ഞ ഒരു തേർവാഴ്ച നടത്തിയ മനുഷ്യനാണ് ഹെരോദാവ് ദ ഗ്രേറ്റ്. പുള്ളി തന്നെത്താൻ ഇട്ടതാണ് ഹെരോദ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഹെരോദ ദ ഗ്രേറ്റ് എന്ന് പുള്ളി തന്നെത്താൻ കിട്ടുന്നത്, ആരും വിളിച്ചിട്ടല്ല. അതാണ് ഹെരോദാവ്. അതിക്രൂരനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഓർഡർ അനുസരിച്ചാണ് അന്നേ കാലത്തെ ഏറ്റവും ക്രൂരന്മാരായ രണ്ട് വ്യക്തികൾ, ഒരാള് ഹെരോദാവും മറ്റൊരാൾ ആരാന്നറിയാമോ? അന്നത്തെ മഹാപുരോഹിതന്മാരിൽ ഒരാളായിരുന്ന ഹന്നാവ്, ദ റിച്ചസ്റ്റ് മാൻ. വളരെ ധനാട്ടിനും അതിക്രൂരനുമായ മനുഷ്യനായിരുന്നു ഹന്നാവ്. ആരാന്ന് ചോദിച്ചാൽ ആത്മീയമായ പദവിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹെരോദാവിനേക്കാൾ ഉന്നതമായ പദവി നിൽക്കുന്നത്, കാരണം മഹാപുരോഹിതനല്ലേ. പക്ഷെ ഇത്രമാത്രം കണ്ണിച്ചോറില്ലാത്തൊരു മനുഷ്യൻ. അവിടെ ക്രൂരതയൊന്നും ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നില്ല. ഹെരോദാവ് പിന്നെ എല്ലാ നിലയിലും 10 ഭാര്യമാരല്ലേ ഉണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള ദാസിദാസന്മാരും പാട്ടികളും മക്കളും കൊച്ചുമക്കളും എല്ലാം, അത് വേറൊന്നും. പക്ഷെ ഹെരോദാവ് മരിക്കുന്നത് വളരെ നികൃഷ്ടമായ നിലയിൽ, നൂൽ ബന്ധമില്ലാതെ, ഒരു നൂൽ വസ്ത്രം ശരീരത്തിൽ തൊടാൻ കഴിയാത്ത അതികഠിനമായ വേദനയുടെ വ്രണത്തിലൂടെ ഒക്കെ പോയാണ് ഹെരോദാവ് മരിക്കുന്നത്. ഞാനത് ഇപ്പോൾ വിസ്തരിക്കുന്നില്ല. എന്തുവാകട്ടെ, ഹെരോദാവ് ഇങ്ങനെ ഈ തന്ത്രം മെനഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് യോസഫും മറിയയും നേരെ മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് പോവുക. അതെന്തിനായി ഈജിപ്തിലേക്ക് പോയത്? അതൊരു പ്രവചനം നിവർത്തിയ ദൈവമക്കളെ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 15-ാമത് വാക്യം വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 15-ാമത് വാക്യം. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. മതി. താങ്ക് യു സോ മച്ച്. കണ്ടോ, മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം വന്നിച്ച് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഇപ്പം മനസ്സിലായോ എന്തിനാ മിസ്രൈമിലേക്ക് തന്നെ പോകുന്നു? ദൈവവചനം അക്ഷരം പ്രതി നിറവേറണമായി. ഇനി മാത്രവുമല്ല, അന്നേ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണേ, ഗോത്ര സംസ്കാരം നിലനിൽക്കുന്ന ഒരു കാലം. അന്നത്തെ പൊതുവുള്ള തത്വം എന്ന് പറഞ്ഞാൽ മൈറ്റ് ഈസ് റൈറ്റ്. മൈറ്റ് ഈസ് റൈറ്റ്. പച്ച മലയാള ഭാഷ പറഞ്ഞ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. മനസ്സിലായല്ലോ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതാണ് മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ആർക്കും എന്തും ആകാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഞാനിത് പറയാൻ പറ്റുന്ന കാര്യം, അന്ന് സമൂഹത്തിൽ ആ കാലത്തൊന്നും ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ച് ഒന്നും അറിയുന്ന നല്ലതാണ്. തുടർന്നുള്ള പഠനത്തിൽ അത് വളരെ സഹായകമാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഗോത്ര സംസ്കാരമായിരുന്നു എന്നുള്ളത്. അപ്പൊ അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു പട്ടണം ഇന്നത്തെ പോലെ ഒരു പട്ടണമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല. അതിന് പിന്നെ ഒരുപാട് എഫേർട്ട് വേണ്ടി വരും, അധ്വാനം വേണ്ടി വരും, പണം ചെലവഴിക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ സിറ്റി ഡ്വല്ലേഴ്സ് ആയിട്ടുള്ളൂ, പട്ടണ നിവാസികളായിട്ടുള്ളൂ. അപ്പൊ അവരാണ് ആ കാലത്ത് ഏറ്റവും ഹയസ്റ്റ് പീപ്പിൾ. എന്താ പറയുക, വലിയ ആഢ്യത്വമുള്ളവരായിട്ട് അന്ന് കണക്കാക്കിയിരുന്നത് ഈ പട്ടണത്തിൽ. ഒരു സിറ്റി, ഇന്നത്തെ പോലുള്ള ബോംബെ സിറ്റിയോ ഡൽഹി സിറ്റിയോ പോലത്തെ പട്ടണമൊന്നും അല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അന്നേ കാലത്തെ പട്ടണവാസികള് സമൂഹത്തിലെല്ലാം കൊണ്ട് ഉന്നതരെന്ന് അവര് സ്വയം മറ്റുള്ളവരും വിശ്വസിച്ചിരുന്ന ഒരു കാലം. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ഫാർമേഴ്സ്, കൃഷിക്കാർ എന്ന് പറഞ്ഞാൽ അവർ ലാൻഡ് ഓണേഴ്സാണ്. അവർക്കാണ്
എന്താ പറയാ, ഈ വസ്തുക്കൾ, സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഇഷ്ടം പോലെയുള്ള ആളുകൾ, അവരാരാണ്? ലാൻഡ് ഓണേഴ്സ്. ഭൂമി ഇഷ്ടം പോലെ അവർക്കുണ്ട്. അവരാണ് കൃഷിയൊക്കെ ചെയ്ത് ഗോതമ്പും യവവും നെല്ലും ഒക്കെ ധാരാളം വിളയിക്കുന്നത് ഇവരാണ്. ഇവര് വേണം ഈ പട്ടണത്തിൽ പാർക്കുന്നവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടെ കൊടുക്കാൻ. ഇതെന്തിനാ ഞാൻ ഇപ്പൊ പറയുന്നത്? നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടുകയെന്ന് എനിക്കറിയാം. പക്ഷെ സുവിശേഷം പഠിച്ചു പോകുമ്പോൾ അന്ന് ഇത് പറഞ്ഞ് ഇതിനാണെന്ന് അപ്പ പിടി കിട്ടും. സ്വോത്രം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ വിടരുത്. എങ്ങനെയെങ്കിലും 1 മണിക്കൂർ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ കഥ പറഞ്ഞു പോവുകയല്ല. സ്വോത്രം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവെ വെളിപ്പെടുത്തണമേ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാതെ വെളിപ്പെടുത്തി തന്ന വചനമാണ് ഞാൻ ഈ പൊരുൾ തിരിച്ചു തരുന്നത്. ദയവായി ഇനിയും വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾ പിണങ്ങിയോ? ഇല്ല. കാരണം നമുക്ക് ഇപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുക, വെളിപ്പെടുത്തണം. ഇവിടെ മറിഞ്ഞിരിക്കുന്നതൊക്കെ തെളിഞ്ഞു കിടക്കുന്ന 100 കൂട്ടം കാര്യമുള്ളപ്പോ പിന്നെയും പറയുക മറിഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തണം. ഇവിടെ തെളിഞ്ഞു കിട്ടിയത് ആദ്യം മനസ്സിലാക്കി, പിന്നല്ല മറിഞ്ഞിരിക്കുന്ന കാര്യം. സ്വോത്രം. അതുകൊണ്ട് ഈ തെളിഞ്ഞിരിക്കുന്ന ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് മറിഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ പുറകെ പോകാം. കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് മുമ്പോട്ട് പോകാമല്ലോ. 1-2 പേരൊക്കെ ഒന്ന് ചിരിച്ചു, എനിക്ക് സമാധാനം. ഓക്കെ. മൊത്തം അല്ലെങ്കിലും ഞാൻ തമ്പ് കണ്ടത് മതി. സ്വോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു തന്ന മതി കിട്ടിയല്ലോ. അപ്പോൾ ഒന്നാമത് ഈ പട്ടണ നിവാസികൾ, 2 ഈ ഫാർമേഴ്സ്, കൃഷിക്കാർ. ഇവരധ്വാനിച്ച് കൃഷിയൊക്കെ ഉണ്ടാക്കി നെല്ല്, ഗോതമ്പ്, യവം ഇതെല്ലാം വിളയിച്ചിട്ട് അവരാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവരും 2ാം തരമാണെങ്കിലും തീരെ മോശം ആൾക്കാരല്ല. കാരണം സ്വന്തമായിട്ട് സ്ഥലവും കൃഷിയും നെല്ലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ സമൂഹത്തെ 2ാമത്തെ അവരാണ്. 3ാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ ഷെപ്പേഴ്സ്, ഇടയന്മാർ. ഇടയന്മാരാണ് 3ാമത്തെ ആളുകൾ. അവർ സമൂഹത്തിൽ ഏറ്റവും ലോ കാസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആര്? ഇടയന്മാർ. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. സ്തോത്രം. സമൂഹത്തിൽ ഏറ്റവും ലോ കാസ്റ്റ് ആയിട്ട് കണക്കൂട്ടിയ ആൾക്കാരാണ് ആര്? ഇടയന്മാർ. അവരിങ്ങനെ എപ്പോഴും എന്താ പറയുക, ഈ പാസ്റ്റേഴ്സ് സീക്കേഴ്സ് അല്ലേ? പാസ്റ്റർ അല്ല, പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ, ആടിനെ മേയ്ക്കാനുള്ള ഗ്രീൻ പാസ്റ്റേഴ്സ്. അതിങ്ങനെ നോക്കി 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 പോവുക. അതുകൊണ്ട് അവർക്കൊരു പ്രശ്നമുണ്ട്, അവരെന്നും ഒരിടത്തും സ്ഥിരമായിട്ട് താമസിക്കുകയാണ്. ഇന്ന് ആടിനെ കൊണ്ട് ഇന്ന സ്ഥലത്ത് പോയെങ്കിൽ ഈ ആട് ഇവിടെ മേയുമ്പോൾ തന്നെ അവരിങ്ങനെ നോക്കുക, നാളെ ഇവിടെ ആടിനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം. അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകും, ഇങ്ങനെ പോവുക. ഈ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് പെട്ടെന്ന് ആ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഈ പാലക്കാട് കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ പിന്നെ ഈ വയലിൽ കൂടെ ഒക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആടിനെ കൊണ്ട് വരുന്നുണ്ട്. മാസങ്ങളോളം ഒരു വയലിൽ നിന്ന് അടുത്ത വയലോട്ട് ഇങ്ങനെ, പിന്നെ എത്രയോ നാള് കഴിഞ്ഞിട്ടാണെന്നറിയാം ആടിനെ കൊണ്ടാണ് അവർ തിരിച്ച് ചെല്ലുന്നത്. അപ്പൊ അവരൊരു സ്ഥിരവാസികളല്ല. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? ഈ ഷെപ്പേഴ്സ്, ഇടയന്മാർ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു അവരുടേതായ സംസ്കാരമില്ല, കൾച്ചറില്ല. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം? ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഇടങ്ങളിലാണല്ലോ സംസ്കാരം രൂപപ്പെടുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇങ്ങനെ സ്കാറ്റർ നിൽക്കുന്നിടത്ത് സംസ്കാരം രൂപപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അപ്പൊ ഈ പട്ടണവാസികൾക്കും പിന്നെ ഈ കൃഷിക്കാർക്കൊക്കെ ഇടയിൽ എന്തോ ഉള്ളൂ, ഈ കൾച്ചർ എന്നുള്ള സംഭവം ഉള്ളൂ. ഈ ഷെപ്പേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു കൾച്ചറും ഇല്ല, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. അവർ വേറൊരു ടൈപ്പാണ്. സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരാണ് ഇടയന്മാരൊക്കെ. അതൊക്കെ നിങ്ങൾ അറിയണം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഈ വലിയ ഇടയനോ ശ്രേഷ്ഠ ഇടയനോ ഒക്കെയാണ്. ഇപ്പൊ വേദത്തിൽ പഠിപ്പിച്ച് ഇത്രമാത്രം അധപ്പതിച്ച സമൂഹം വെറുപ്പോടെ കാണുന്ന, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു നോക്കണം. യോസഫിന്റെ ഒരിക്കൽ സഹോദരന്മാർ ചെല്ലുമ്പോൾ അവിടെ പറവനും കൂട്ടും നമ്മുടെ സംഭാഷണമൊക്കെ വായിച്ചു നോക്കണം. അപ്പൊ പറയുന്നുണ്ട് ഞങ്ങൾ ആരാണെന്ന്. സ്തോത്രം. സമൂഹം അത്രമാത്രം വെറുപ്പോടെ കാണുന്ന ഏറ്റവും ലോ കാസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഇടയന്മാർ. അവരോടൊത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നവരല്ല. ഇന്നിവിടെ താമസിച്ച് ആരുടെയും മേടിച്ചിട്ട് നാളെ വേറെ എങ്ങോട്ടെങ്കിലും പോകും. പോണ വഴിക്ക് കഞ്ഞിയും കറിയൊക്കെ വെക്കും, ഇല്ല എന്തെങ്കിലും കിട്ടുന്നത് കഴിക്കും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്ക് വേറൊന്നും ഇല്ല.
അവരാണ് മൂന്നാമത്തെ ആളുകൾ. നാലാമതൊരു കൂട്ടരുണ്ട്. ഈ 4 കൂട്ടരെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകണം. ഇതൊന്നും മനസ്സിലില്ലാതെ ദയവായി നിങ്ങൾ വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ പോകരുത്. അത് മുഴുവൻ കുഴപ്പത്തിൽ കൊണ്ട് ചാടി. സ്തോത്രം. ഇന്ന് ഞാനൊരു പ്രസംഗം കേട്ടു. അത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ സഭയുടെ ഒരു ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന, ഇങ്ങനെ ലോകം മുഴുവനും പറന്ന് നടന്ന് ശുശ്രൂഷിക്കുന്ന ഏതോ അച്ഛൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഇവരെല്ലാം ഈ ഭൂലോക വിഡിതം പറയുമ്പോൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ ഏതാണ്ട് അറിയാന്നുള്ളൊരു എന്താ പറയാ തലക്കനം കാണിക്കണം. നല്ല പ്രിയരെ, ഈ പാവം വിശ്വാസികൾക്ക് അത് അറിയാത്തതുകൊണ്ട് അവർ പിന്നെ അത് തന്നെ വിശ്വസിച്ചു പോവല്ലേ. അത് വേറൊന്നുമല്ല, നീ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുക. അദ്ദേഹം പറയാ, ക്രിസ്തുവിൽ തന്നെ നീ ഉറച്ചു വിശ്വസിക്കുക. അവനാണ് നിന്റെ ഉപനിധി. അന്ത്യത്തോളം നിന്നെ സൂക്ഷിക്കാൻ അവൻ ശക്തനല്ലേ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതാണ്. അപ്പൊ എനിക്ക് അങ്ങ് സങ്കടം തോന്നി. സൂമിലൂടെ ആയിട്ട് എന്നെ ഇത്ര രൂക്ഷമായിട്ട് നോക്കുന്നത് എന്തിനാ? നിങ്ങളുടെ നോട്ടത്തിനകത്തൊരു വശപ്പശ. ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞാണോ തെറ്റ്? അദ്ദേഹം പറഞ്ഞാണോ തെറ്റ്? ഞാൻ പറഞ്ഞ തെറ്റല്ലേ? കർത്താവ് നമ്മുടെ ഉപനിധിയാണെന്ന് വാക്യം വ്യക്തമായി പറയുന്നുണ്ടല്ലോ. പിന്നെ ഈ ഷാജിപ്പാസയ്ക്ക് ഇവിടുന്ന് ഈ വെളിവ് കിട്ടിയത്. കർത്താവ് ഉപനിധിയാണെന്ന് ഒരൊറ്റ വാക്യം പോലും വേദപുസ്തകത്തിലില്ല. ഉണ്ടോ? ഉണ്ട്. തിമോഥെയോസ് ലേഖനത്തിലല്ലേ, ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തി ഞാൻ ഉറച്ചും ഇരിക്കുന്നു. അങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുമ്പം ഷാജിപ്പാസ് പുതിയൊരു തിയറി കൊണ്ട് വരിക അല്ലേ? കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു, തിരുവഴുത്തിൽ എന്തെഴുതിയിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ വായിക്കുന്നത്? എങ്ങനെ എഴുതിയിരിക്കുന്നത് മാത്രമല്ല, അത് വായിക്കുന്നതും സൂക്ഷിച്ചു വേണം വായിക്കാൻ. ഞാൻ ആരെ വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നു. കറക്റ്റാ. അവൻ എന്റെ ഉപനിധി നല്ല വായിക്കേണ്ടത്. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ ഉപനിധിയെ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തൻ. അങ്ങനെ വാക്യം. അല്ല, അവൻ എന്റെ ഉപനിധിയാണെന്നല്ല. കൺഫ്യൂഷനായോ? ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്? അവനെ കൊണ്ട് എന്റെ ഉപനിധിയെ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ ഞാൻ ഉറച്ചിരിക്കുന്നു. അങ്ങനെ ആ വാക്യത്തിന്റെ അർത്ഥം. എന്റെ ഉപനിധി അന്ന് വരെ സൂക്ഷിക്കാൻ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? അവൻ ശക്തനാണ്. പിന്നെയും പ്രശ്നമായില്ലേ? യെസ്. തിമോഥെയോസ് 2 ലേഖനം 1 12 വാക്യം. ഓക്കെ, ഒരു കാര്യം ചെയ്യും. നമുക്ക് കർത്താവും യോസഫും മറിയ ഇപ്പം മിസ്രൈമിൽ നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അവർ മിസ്രൈമിൽ നിൽക്കട്ടെ അല്ലേ? അല്ലെങ്കിൽ ഇത് പാപ്പാടെ കുഴപ്പം. എടുക്കും തിമോഥെയോസ് 2 ലേഖനം 1 11 മുതൽ വായിച്ചേ. ആ സുശേഷത്തിനാ ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ ശ്രമിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. വായിച്ചോളൂ. എന്നോട് കേട്ട അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. മതി. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? ആ നല്ല ഉപനിധി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളണം. ആ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾ എനിക്ക് പറഞ്ഞതാണ്. കുഴയുന്ന അവിടെ. ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ ഉറച്ചു വിരിക്കുന്നു. എന്റെ ഉപനിധിയെ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അങ്ങനെ ആ വാക്യം.
ഇനി അല്ല കർത്താവാണ് നമ്മുടെ ഉപനിധിയെങ്കിൽ 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്ത് മറുപടി നൽകും? ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ചുകൊള്ളുക. കർത്താവിനെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സൂക്ഷിക്കണമെന്നാണ് അർത്ഥം. കർത്താവാണ് നമ്മുടെ ഉപനിധിയെങ്കിൽ ആ ഉപനിധിയെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സൂക്ഷിക്കണമെന്നാണോ? ആരുടെയെങ്കിലും പക്കൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ജിഷയുടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ആർക്കെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ എടുക്കാൻ പറ്റുമോ? ജൂഡി സിസ്റ്റർ എല്ലാവരും പോയോ? ഓക്കെ, 1-ാം അധ്യായം തിമോഥെയോസ് 2-ാം ലേഖനം 1-ാം അധ്യായം 12 എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ആർക്കെങ്കിലും ഇത് വായിക്കാമോ? Could you please read in English if somebody is able to read in English? Do you have English Bible with you? No problem. അതില്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാനാണ് ചോദിച്ചത്. 2 തിമോഥെയോസ് 1. ഓക്കെ, 1:12, 12, 13, 14 വായിച്ചോളൂ. And that is why I am suffering here in prison, but I am not ashamed of it. Yeah. For I know the one in whom I trust, and I am sure that he is able to guard with I have entrusted to him until the day of his return. Hold on to the rich teaching you learned from me, and remember to live in the faith and love that you have in Christ Jesus. With the help of the Holy Spirit who lives within us, carefully guard what has been entrusted to you. മതി, കണ്ടോ? അവിടെയും പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിച്ച് നോക്കണം, അപ്പൊ പിടികിട്ടും. ഞാൻ ആ 15-ാമത്തെ വാക്യം പാസ് വായിച്ചത് 100% കറക്റ്റ് ആണ്. ഞാൻ നിങ്ങളൊന്ന് വിശദമാക്കി തരാം, ഞാനോട് ഇത് വായിച്ചിരിക്കാം. For this reason I also suffered these things. Nevertheless, I am not ashamed, for I know whom I have believed, and I am persuaded that he is able to keep what I have committed to him until that day. He is able to keep that which I have committed unto him. ഉപനിധി എന്നുള്ളതിന്റെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നത്. He is able to keep that which I have committed unto him. ഞാൻ അവന്റെ പക്കൽ ഫലമേൽപ്പിച്ചതിനെ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് ആരെ ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ പിടി കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, hold fast the pattern of sound words which you have heard from me, in faith and love which are in Christ Jesus. That good thing which was committed to you, kando, keep by the Holy Spirit who dwells in us. This you know, that all those in Asia have turned away from me, among whom ബാക്കിയെല്ലാം പേരും കാലമായിട്ട് പോയി അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? He's able to keep that which I have committed unto him. ഞാൻ അവന്റെ പക്കൽ കൊടുത്തതിനെ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഇത്രയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. തിമോഥെയോസ് 2-ാം ലേഖനം 1-ാം അധ്യായം വരെ നിങ്ങൾ എടുത്തത് ഒരു പേജ് പുറകോട്ടൊന്ന് മറിക്കുമ്പോൾ തിമോഥെയോസ് 1-ാം ലേഖനം 6-ാം അധ്യായം കിട്ടും. അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഒറ്റ പേജ് മറിക്കുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കിട്ടും. ഒന്ന് വായിച്ച്. അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃതാരോപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാം. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച ആ 20-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊള്ളണം. മതി. നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊള്ളണം. കർത്താവാണ് ഉപനിധിയെങ്കിൽ കർത്താവിനെ നമ്മൾ സൂക്ഷിക്കണോ? ഇതിനാണ് ഒരു വാക്യമോ എന്തെങ്കിലും കിട്ടുമ്പോ അതും കൊണ്ട് ഓടരുന്ന് പറയുന്നത്. പുതിയ പാട്ട് അങ്ങനെയല്ലേ? എന്റെ ഉപനിധി, എന്റെ ആശ്രയമേ. നമ്മൾ പറഞ്ഞ അങ്ങ് സകലും മറന്നു.
കൈയെല്ലാം അങ്ങ് വീശി നമ്മളെ തന്നെ മറന്നങ്ങ് പോവുക വഴി. എങ്ങോട്ട്? സ്വോത്രം. ഞാൻ മീറ്റിംഗ് ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിന്റെ കാര്യമില്ല. ഒരെണ്ണം എന്നെ ഒരു പഞ്ചായത്തിൽ അടുപ്പിക്കുക വേണ്ടെന്ന്. സ്വോത്രം. എനിക്ക് യോഗം വേണ്ട, കൂട്ടം വേണ്ട, ഉള്ളത് നേരെ പോകുന്നത് മതി. ഇല്ലാത്ത ഇടപാട് ഞാനില്ല. എനിക്ക് എന്റെ പേരും ഫ്ലെക്സിനകത്ത് വരണ്ട, കവലിലും എന്റെ ഫോട്ടോയും കാണണ്ട. ഇനി വലിയ യോഗത്തിനെ വിളിച്ചാലും ഞാൻ ആർക്ക് എന്റെ ഫോട്ടോ കൊടുക്കാറുമില്ല. സ്വോത്രം. നോ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. മഹത്വം ദൈവത്തിന് മാത്രം മതി. ശുശ്രൂഷ ദൈവം തരുന്നത്. പറഞ്ഞ മനസ്സിലായോ? നമുക്കാളാകാൻ നെകളിക്കാനുള്ള വേദിയിലല്ല ഇതൊന്നും. അത് മനസ്സിലാക്കി. സ്വോത്രം. മുമ്പൊക്കെ ഈ പ്രസംഗകരുടെ ഫോട്ടോ വലിയത് കൊടുക്കുക. ഇപ്പൊ അത് ഉദ്ഘാടനം ചെയ്യുന്നവരുടെയും ലീഡ് ചെയ്യുന്നവരുടെ ഫോട്ടോ ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. സ്വോത്രം. വർഷിപ്പ് ലെഡ് ബൈ സോ ആൻഡ് സോ. അവനെ ആരാ ലീഡ് ചെയ്യുന്നത്? ആരാധന നയിക്കുന്നത് ഇന്നയാണ്. അപ്പൊ പുള്ളിക്കാരനെ ആരാധിക്കണമെങ്കിൽ പുള്ളിയെ ആര് നയിക്കുന്നു എനിക്ക് പിടി കിട്ടുന്നില്ല. പുള്ളി സ്വയമായിട്ട് ഞാൻ നയിക്കപ്പെടുകയായിരിക്കാം, പോട്ടെ. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായോ? ഈ ഉപനിധി എന്താന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരിടത്ത് നിന്നും എളുപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. ജിജിപാസ് എന്നെ ഒരു ഉപനിധി ഏൽപ്പിച്ചിട്ടാണ് ഗൾഫിൽ പോയത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ദൈവസഭ, അവിടെയുള്ള ദൈവമക്കളെ ശുശ്രൂഷക്കാരനൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം റാസൽ കൈമയ്ക്ക് കഴിഞ്ഞ ദിവസം പോയത്. തിരിച്ചു വരുമ്പം അതൊന്നും നഷ്ടപ്പെടാതെ കൃത്യമായി ഞാൻ തിരികെ ഏൽപ്പിക്കണം. അത് എന്നിൽ വിശ്വാസം ഉണ്ടായിട്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായി സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന കാര്യത്തിന്റെ പേരാണ് ഈ ഉപനിധി. അല്ല, ഉപനിധി എന്ന് പറഞ്ഞ കർത്താവ് നല്ല സൂക്ഷിച്ചത്, നിക്ഷേപം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. വെരി ഗുഡ്. മനസ്സിലായോ? അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ദൈവം ഇത് കർത്താവിനെ ഉപനിധി എന്ന് വിളിക്കരുത്. നമ്മളെ സൂക്ഷിക്കാൻ കർത്താവാണ് നമ്മളെ സൂക്ഷിക്കുന്നല്ല, നമ്മളെല്ലാം കൂടി കർത്താവിനെ സൂക്ഷിക്കാനായിട്ട് പോകരുത്. ആരാണ്ട് ഒന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് വിട്ടു പോവുക. നമുക്ക് എന്ത് ചെയ്താൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, എന്ത് ചെയ്താൽ ദൈവവചനം വായിക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. ഒറ്റ തെളിവ് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. നിങ്ങൾ എത്ര പേര് വേദോസം വായിക്കുന്നുള്ളൂ? ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ പിടിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ടെസ്റ്റിനകത്ത് നിങ്ങൾ വീണ് പോകുന്ന എനിക്ക് ഉറപ്പാണ്. ഞാൻ ഈ ടെസ്റ്റ് നടത്തിയോട്ടെല്ലാം 100% സെൻട്രൽ പാസ്മാർ ഉൾപ്പെടെ വീണ് കൂട്ടും. സംഭവം ഞാൻ നിങ്ങൾക്ക് പിടികിട്ടും. മോശയും അഹരോനൊക്കെ ദൈവം വിളിച്ചിട്ട് അവരെ മിസ്രൈമിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു രംഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മോശ ചോദിച്ചു, ഞാൻ അവിടെ ചെന്നത് എന്തോ പറയാൻ, ഞാൻ തളിച്ച നാവുള്ളവൻ, അവിടെ ചെന്ന് എന്നെ കൊണ്ടൊന്നും പറ്റിയാൽ. അപ്പൊ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ നിന്റെ കയ്യിൽ എന്തായിരിക്കുന്നു? ഒരു വടിയ, താഴെ ഇടാൻ പറഞ്ഞു. എന്തോ ആയി? സർപ്പമായിട്ട് മാറി അല്ലേ? വീണ്ടും അതിന് വാലയെ പിടിക്കാൻ പറഞ്ഞു, വാലയെ പിടിച്ചു. വീണ്ടും അത് വടിയായിട്ട് മാറി. നീ ഇത് തന്നെ അവിടെ ചെന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ചെന്നു. ഫറവോന്റെ മുമ്പ് തന്നെ ഇത് തന്നെ ചെയ്തു. വടി താഴെ ഇട്ടു, സർപ്പമായിട്ട് മാറി. ഉടനെ മിസ്രൈയിലെ മന്ത്രവാദികൾ വടി താഴെ ഇട്ടു. അവരുടെ വടികൾ എല്ലാം സർപ്പമായിട്ട് മാറി. പക്ഷെ ഒരു കാര്യം നടന്നു. മോശയുടെ വടി സർപ്പമായിട്ട് നിന്നിട്ട് മറ്റു വടികളെല്ലാം എന്ത് ചെയ്തു? വിഴുകിക്കളഞ്ഞു. എനിക്ക് സംഭവം നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് എവിടുന്ന ഈ സംഭവം കിട്ടിയേ? എന്റെ വേദോസത്തിനകത്ത് മോശ വടി താഴെ ഇട്ടെന്നും മോശയുടെ വടി പാമ്പായി തീർന്നിട്ടും മറ്റു വടികൾ വിഴുങ്ങിയെന്നും എന്റെ പുസ്തകത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടില്ല. ഇത് എന്റെ ഇരിക്കുന്ന ഈ പുസ്തകം ഇപ്പൊ 16 വർഷം കഴിഞ്ഞതാ. ബാക്കിയുള്ള വേറെ ഉണ്ട്. പക്ഷെ 16 വർഷത്തിന്റെ പഴക്കം കൊണ്ടാണോ എന്ന അർത്ഥത്തിൽ എന്റെ പുസ്തകത്തിനകത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ ഇത് അവര് ചെയ്തിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് എവിടുന്ന ഈ മോശ വടി താഴെ ഇട്ട് അത് പാമ്പായെന്നും അത് പിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ? പഴക്കുണ്ടാക്കണ്ടേ? നിങ്ങൾ പറ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് തൻ്റെ ആയിട്ടുള്ളൊരു വായിച്ചെന്നെ കേൾപ്പിക്കണം. മോശപടി താഴെ ഇട്ടത് കാണിച്ചെന്ന്. എന്താ പറ്റി എല്ലാവർക്കും ഒരു മൗനം? പഴക്കുണ്ടാക്കണ്ട. എടുത്ത പുറപ്പാട് പുസ്തകം, പുറപ്പാട് പുസ്തകം ചാപ്റ്റർ 7 7-ാം അധ്യായം 7-ാം അധ്യായം ഈ 8 മുതലുള്ള വാക്യം സാവധാനം നിർത്തി സമാധാനത്തോടെ വായിക്കണം. താങ്ക് യു സോ മച്ച്.
യഹോവ മോശയോടും അഹരോനോടും ഫറവോൻ ആ. നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ ആ. വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. അതൊരു സർപ്പമായി ഉം. തീരും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ ഒരു അടുക്കൽ മിനിറ്റ്. സോറി, 8ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. കറക്റ്റാ വായിച്ചു, തെറ്റിയിട്ടില്ല, വായിച്ചു. യഹോവ മോശയോടും അഹരോനോടും ഫറവോൻ നിങ്ങളോട് ആ. ഒരത്ഭുതം കാണിപ്പിൻ എന്ന് ആ. പറഞ്ഞാൽ നീ അഹരോനോട് ആ. നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. ആരുടെ വടി? അവരുടെ വടി, ആരുടെ വടി? അവരുടെ വടിയെടുത്ത് ശ്രദ്ധിച്ചേ. അല്ല, ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു. നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് ആരുടെ പറയണം. വടി? കണ്ടോ, അഹരോനോട് അഹരോന്റെ. നിന്റെ വടി എടുത്ത അഹരോന്റെ വടി. വായിച്ചു ആന്റി. അതൊരു സർപ്പമായി വായിച്ചു, തീരുമെന്ന് കൽപ്പിച്ചു. ആ. അങ്ങനെ മോശയും അഹരോനും വായിച്ചു. ഫറവോന്റെ അടുക്കൽ ചെന്നു. ആ. യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. ആ. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി ആരുടെ തീർന്നു. വടി? ആരുടെ വടി? ആരുടെ അഹരോൻ വടി? തന്റെ വടി. അഹരോൻ തന്റെ വടി. തന്റെ വടി ഫറവോന്റെ ഫറവോന്റെ മുമ്പിലിട്ടു. അതെന്തുമായി തീർന്നു? സർപ്പമായി തീർന്നു. സർപ്പമായി തീർന്നു. അടുത്തത്. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മതി ആന്റി, വളരെ നന്ദി. മതി. ബാക്കി പിന്നെ വായിച്ചു. ഈ മോശ വടി താഴെ ഇട്ടിരുന്ന മോശയുടെ വടി പാമ്പായി തീർന്നു നിങ്ങളോട് ആരാ പറഞ്ഞേ? ഈ നമ്മളിങ്ങനെ എപ്പോഴും ഈ ആത്മാവിലുള്ള പോക്കായത് കാരണം പുസ്തകം വായിക്കാന്നുള്ള പരിപാടിയേ നമുക്കില്ല. ആരെങ്കിലും ഓങ്ങിയാൽ മതി. ഞാൻ ഇന്ന് അവർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എനിക്ക് ഇതുപോലൊരു സന്തോഷം. എന്നറിയോ, ഒന്നും മിണ്ടാൻ സമ്മതിക്കുകയല്ല. ഞാൻ ഓങ്ങി വരുമ്പോഴത്തേന് ഇവര് കൈയെത്തിയാൽ കൊണ്ടുപോവുക. ഞാനും ആലോചിച്ച് പോക്കോട്ടെന്ന്. എനിക്ക് അതിൽ കുറച്ച് തൊണ്ട കളഞ്ഞാൽ പോരെ. പറയുന്നത് എന്താണെന്നോ, ഞാൻ എന്തിനെ കുറിച്ചാ പറയാൻ പോകുന്നു, ഞാൻ പറയാൻ ഓങ്ങുമ്പോഴത്തേക്കും എല്ലാം കൂടെ കൈയൊറ്റാൻ കൊണ്ടുപോവുക. ഒരു കാര്യം ഞാൻ കർത്താവ് ഉപവാസ പ്രാർത്ഥന ഇട്ടാണ് ഇങ്ങനെ വേണം. നമ്മുടെ ശരീരത്തിനും തൊണ്ടയ്ക്ക് എന്താ ആശ്വാസം എന്നറിയാം. ഒന്നും മിണ്ടണ്ട, നമ്മൾ ഓങ്ങിയാൽ മതി. വ്യാപരിക്കാണെന്നൊക്കെ പറയാണ്, ഇവരെ കൊണ്ടുപോയിക്കോളും. ഇവര് കയ്യടിയും വെള്ളമെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തെ എനിക്ക് വെള്ളം കുടിക്കുക, ഒന്ന് ഇരുന്ന് മുഖമൊക്കെ തുടച്ച് വേണമെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാൻ ടൈമുണ്ട്. ഇവര് കൊണ്ടുപോയിക്കോളും. നമുക്കുള്ള ഏറ്റവും വലിയ ഗുണമില്ല. ഞാൻ ഇപ്പൊ സത്യമായിട്ട് പറയാം, നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഇരുന്നതും മോശ വഴി താഴെ ഇട്ടെന്നും പാമ്പായിട്ടെന്നും വിഴുങ്ങിന്നും അല്ലായിരുന്നോ? ആരോ ഒരാൾ പറഞ്ഞു, പിന്നെ നമ്മൾ അങ്ങ് വിട്ടു പോവുക. മനസ്സിലായോ? ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യല്ലേ, പ്ലീസ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങൾ വേദോത്സവം വായിക്കാത്തവരും നിങ്ങൾ പരിജ്ഞാനമില്ലാത്തവരും ഒന്നും അറിയാൻ വയ്യാത്തവരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ചിന്തിക്കരുത്, പ്ലീസ്. ആ രീതിയിൽ നിങ്ങൾ എടുക്കരുത്. ഞാൻ അതല്ല പറഞ്ഞത്. നമ്മൾ വചനം നിരന്തരം കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറ്റുന്ന അപകടമാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം വടി ആര് താഴെ ഇട്ടാലും പാമ്പായി, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. നമുക്കിപ്പം പണ്ട് വല്യപ്പം പറഞ്ഞ പോലെ ആര് കുത്തിയാലും നെല്ല് വെളുത്താൽ മതി എന്ന് പറഞ്ഞ പോലെ ആരുടെ വടിയാലും താഴെ വീണ് ഇവനെ ഒതുക്കണം, അത്രേ ഉള്ളൂ. അത് ഞാൻ സമ്മതിച്ചു, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ലോ ക്ലാസ്സിൽ എന്തും ധരിക്കാവുന്ന സംഗതി അല്ലല്ലോ വിശുദ്ധ തിരുവെഴുത്ത്. കുത്തും കോമായും പോലും മാറ്റാൻ പറ്റി എന്ന് പറഞ്ഞെടുത്ത ആൾക്കാരെ തന്നെ മാറ്റിയാൽ എങ്ങനെ ഇരിക്കും? സ്തോത്രം. മനസ്സിലായോ? വെള്ളിയാഴ്ച നിങ്ങൾ ആരെയും ക്ലാസ്സിന് കാണുമോ? തമ്പുരാൻ അറിയാം. സ്തോത്രം. എനിക്ക് 100% ഗ്യാരണ്ടി ഉണ്ട്. ക്ലാസ് മുന്നോട്ട് പോകും തോറും ആൾക്കാരുടെ എണ്ണം കുറയല്ലാണ്ട് കൂടുതൽ നല്ല ഉറപ്പുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാനും ഇജിപ്പാസ് കിട്ടിച്ച് പോകാൻ മേലത്തോളം ഞങ്ങൾ രണ്ടുപേരും മാത്രം കാണും. കാരണം ഞാൻ മുന്നോട്ട് ചെല്ലും തോറും ഞാൻ അങ്ങനത്തെ കാര്യമൊക്കെ ആയിരിക്കും പറയുന്നത്. ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറയുക. കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് നിങ്ങളെ തുള്ളിക്കുക എന്നുള്ളതല്ല വിഷയം. നിങ്ങളെ നിത്യതയെ കൊണ്ടുവന്ന ഒരൊറ്റ വിഷയമേ എനിക്കുള്ളൂ. നിങ്ങൾ തുള്ളുവോ തുള്ളാതിരിക്കുവോ, ചാടുവോ ചാടാതിരിക്കുവോ, നിങ്ങളുടെ തലവേദന മാറുമോ നെഞ്ചിന് വേദന മാറുമോ, അതൊന്നും എനിക്ക് വിഷയം. നെഞ്ചിന് വേദന മാറിയില്ല, സ്വർഗത്തിൽ പോകണ്ടേ വേണ്ടേ? അതെനിക്ക് അറിയാൻ മേലത്തോട് ചോദിച്ചത്. എന്റെ പൊന്നെ, അതൊക്കെ തമ്പുരാൻ അനുഭവിച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ. ഒരു ഭക്തന് തഴച്ചു വളരാനുള്ള നല്ല വളക്കൂറുള്ള മണ്ണാണ് അവന്റെ പ്രതികൂലങ്ങൾ എന്ന് ദൈവമക്കൾ അറിയണം. മനസ്സിലായോ?
പ്രതികൂലത്തിനകത്താണ് ഒരു ദൈവത്തിന് വളരാനുള്ള വളക്കൂറുള്ള നല്ല മണ്ണാക്കി മാറ്റുന്നത്. സ്തോത്രം. നിങ്ങൾ കഴുകിനെ പോലെ ചിറകടിച്ച് കയറുന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കടന്നുകൊണ്ട് ഇങ്ങനെ കൈയടിക്കുന്നതാണെന്നാണ് നമ്മുടെ ചിന്ത. അങ്ങനല്ല. കൊടുങ്കാറ്റും പെരുങ്കാറ്റും വരുന്ന കാണുമ്പോൾ കഴുകൻ ചിറകടിച്ച് അങ്ങ് മേളോട്ട് അങ്ങ് പോവും. കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നല്ല കാറ്റടിക്കുമ്പോ വിശാലമായ ഈ ചിറകുണ്ടല്ലോ, അത് ചുമ്മാ അതിങ്ങനെ വളർത്തി പിടിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല കാറ്റടിക്കുമ്പോൾ കഴുകൻ ചിറക് ചുമ്മാതെ വിടർത്തി ഇങ്ങനെ പിടിക്കത്തേ ഉള്ളൂ. ചിറകിട്ട് അടിക്കുന്നത് ഈ കാറ്റ് കൊണ്ടുപോളും. കണ്ടോ? പ്രതികൂലമായി വീശുന്ന കാറ്റിനെ കഴുകൻ ഉപയോഗിക്കുന്നത് കണ്ടോ? അവൻ എങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകാനുള്ള റൂട്ടിന് വേണ്ടി എനർജിയാക്കി കഴുകൻ മാറ്റുക. സ്തോത്രം. നമ്മൾ അങ്ങനെയല്ല. ആരെങ്കിലും പറയും നാളുകളിൽ ഒരു പ്രതികൂലം മുമ്പിൽ വന്ന് പറയുമ്പോ അന്നേരം 3 ദിവസം ഇരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ വചനാനുസരണം പോകുന്ന ഇഷ്ടമല്ലല്ലോ. യശയാപ്രവചനത്തിൽ വാക്യമുണ്ട്, നീ തീരുടെ പോകുമ്പോ ബന്ധു പോവുകയല്ല, വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ വെള്ളം തന്നെ ഇതേ കവികയുമില്ല. ഈ വാക്യമൊക്കെ ഉണ്ടെങ്കിലും വെള്ളം വെറുതെ കാണുമ്പോഴും നമ്മൾ 3 സുവാസം പ്രഖ്യാപിക്കും. എന്നിട്ട് ശാസിയും, കർത്താവെ വെള്ളം എന്റെ ഈ പഞ്ചായത്തിൽ കൂടെ വരാതെ അത് പശ്ചിമ ബംഗാൾ വഴി പോട്ടെ. കർത്താവ് പറഞ്ഞു നീ വെള്ളത്തിൽ കൂടെ പോവും. അങ്ങനെ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ അതിനകത്തുള്ള ദൈവപ്രവൃത്തി എന്താണെന്ന് എന്റെ മകൾ ഒന്ന് അനുഭവിച്ചറിഞ്ഞോട്ടെന്നോട്ടാ വെള്ളത്തിൽ കൂടെ പൊക്കോട്ടെന്ന് വെച്ചേ. നമ്മൾ എന്ത് ചെയ്താൽ സമ്മതിക്കുക? വെള്ളം കാണുമ്പോഴേ ശാസിച്ച് നോർത്ത് ഇന്ത്യ വഴി അത് മാറ്റിവിടും. ഒരു കാരണവശാലും അതിനകത്തൂടെ പോയി ആ ദൈവപ്രവൃത്തി ഒന്ന് അനുഭവിച്ചറിയാൻ സമ്മതിക്കുക. തീരിക്കൂടെ വിടുകയെന്നല്ല, ഉറപ്പായിട്ടും വിടും തന്നെയാ വാക്യം. പക്ഷെ വേഗം തമ്പരന് ഉറപ്പ് പറഞ്ഞു അതുപോലെ പറ്റുകയില്ല. കർത്താവ് ഇപ്പോൾ തന്നെ പെരുമഴയായി ചത്തിയെ കെടുത്തിക്കളയണം. ഒരു കുലുക്കും ഒരു പിരിവിരിപ്പും. തമ്പുരാൻ പറഞ്ഞ ആ തീക്കകത്തൂടെ പോകുമ്പോൾ എന്റെ സാന്നിധ്യം അറിഞ്ഞോട്ടെന്ന് ഓർക്കാം. എന്റെ 3 പേര് പറഞ്ഞ് ചാവുക കെട്ടുപോ ഞങ്ങൾക്ക് വിഷയമല്ല, 7-8 വെള്ളം വർദ്ധിച്ചു, പക്ഷെ നിന്നെ നമസ്കരിക്കല്ല, തീക്കകത്തല്ല, എവിടെ വേണേലും ഇട്ടോളാം. സ്തോത്രം. പക്ഷെ എല്ലാവരും പറഞ്ഞു നാലാമനായിട്ട് കർത്താവ്, 4-മനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവരുടെ പൊടി പോലും കാണുകയല്ലേ തീക്കകത്ത്. ഉണ്ടോ? 4-മനോ ഒരുത്ത വ്യാപരിക്കുന്നു. 3 പേരും വീട് വെച്ച് 4-മത് കർത്താവ് വരുമ്പോൾ അതിനകത്ത് വല്ലതും കാണുമോ? സ്തോത്രം. ഇവര് വരുന്നതിന് മുമ്പേ അവിടെ എല്ലാം ഇറങ്ങി AC ആക്കി എല്ലാം ഗ്രീൻ ആക്കി വെച്ചേക്കാം, മക്കളെ പോന്നോളാൻ പോകും. അതാണ് ദൈവപ്രവൃത്തി. അതിനകത്തുനിന്ന് വീഴാൻ സമ്മതിച്ചല്ലോ. അവിടെ കിടന്നുകൊണ്ട് ശദ്രക്കും മേശക്കും അബേദിനും കൂടെ ബഹളം വെച്ച് ഇപ്പൊ തന്നെ ഇവരെ നീ ചാമ്പലാക്കണമേ, അവരുടെ കരങ്ങൾ ബന്ധിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിരുന്നെങ്കിൽ ഈ ദൈവപ്രവൃത്തി അറിയാൻ ഒക്കുമായിരുന്നു. ക്രിസ്തു ജീവിതം പ്രശ്നങ്ങൾ ഓടി ഒളിക്കുന്നതല്ല, അതിനെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുന്നതാണ് ക്രിസ്തു. ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ നമുക്ക് ദൈവജന വായന വളരെ ശ്രദ്ധയോടെ ഇങ്ങനത്തെ അവസരങ്ങൾ ചെന്ന് യാതൊരു ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയെങ്കിലും ആരെങ്കിലും മോശയുടെ വണ്ടി ജയം പറഞ്ഞു പോകാതെ മോശയുടെ വടിയാണോ അഹ്റോന്റെ വടി അത് കേട്ട് ശ്രദ്ധിച്ച ശേഷം മാത്രം ആമേൻ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഞാൻ 2 ദുരുപദേശം പറഞ്ഞ പോലാണല്ലോ എന്നെ നോക്കുന്നത്. അതോ നിങ്ങൾക്ക് കേട്ട് തഴമ്പിച്ചിട്ട് മോശയുടെ വടി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇപ്പൊ തിരിച്ചാൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ ഏതായാലും തൽക്കാലം മോശയുടെ വടി എടുത്തു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സ്തോത്രം. ഇവിടെ വടി താഴിട്ടത് അഹ്റോനാണ്, അഹ്റോന്റെ വടി സർപ്പമായി തീർന്നു എന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടെ ഇനി വേറെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാതിരിക്കുക, ദാറ്റ് ഈസ് അപ് ടു യു. അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആളല്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം പിടികിട്ടുന്നുണ്ടോ? വചനത്തിന്റെ ആ ശരിയായ ട്രാക്കിലേക്ക് വന്നില്ലെന്നുണ്ടെങ്കിൽ ഊഹാപോഹങ്ങൾ വെച്ച് വചനം വ്യാഖ്യാനിക്കാൻ പോകരുത്. അതിനെല്ലാം ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ 3-മത്തെ കൂട്ടര് നിങ്ങൾക്ക് പിടികിട്ടി, ഇടയന്മാരാ. അവരിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അപ്പൊ അവർക്കൊരു സംസ്കാരം പറയാൻ, ഒരു കൾച്ചർ പറയാൻ, ഈ പല ദേശം വഴി പോകുന്നതുകൊണ്ട് അവരുടെ ഭാഷയ്ക്ക് പോലും ഒരു എന്താ പറയാ, ഒരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെയുള്ളവരാണ് ആര്? ഇടയന്മാർ. ഇന്നത്തെ ഇടയന്മാരോ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ അല്ലേ? എനിക്ക് എപ്പോഴും പിടികിട്ടാത്തൊരു സംഗതി, ദാസൻ എങ്ങനെയാ ശ്രേഷ്ഠനാകുന്നത്? എന്നോടൊന്ന് പറഞ്ഞു തരണേ. ദാസൻ എങ്ങനെയാ ശ്രേഷ്ഠനാകുന്നു? ശ്രേഷ്ഠദാസൻ.
കർത്താവിന്റെ ദാസ് എന്ന് പറഞ്ഞ ദാറ്റ്സ് ഇനഫ്. ഞാൻ പത്തനംതിട്ട സമയത്ത് അവിടെ ആൾക്കാരെ എന്നെ വിളിക്കുന്ന ഉപദേശിക്കുന്നത് ഏറ്റവും സുഖമുള്ളൊരു വിളി. മർത്തോമക്കാരല്ലേ അവിടെ മുഴുവനും. അപ്പോൾ മർത്തോമക്കാരെ എന്നെ കാണുമ്പോൾ എല്ലാവരും വിളിക്കുന്ന ഉപദേശി എന്ന്. ആ വിളി കേൾക്കും ഇതുപോലൊരു സുഖം. സ്വോത്രം. ഇതിപ്പോ പാഷനെ വിളിച്ചില്ലെങ്കിൽ അത് അതിനേക്കാൾ ഇഷ്ടാകല്ല. പാഷനെ പറയുള്ളൂ. പാഷ അത് കിട്ടില്ലെങ്കിൽ നമുക്കവിടെ അസ്വസ്ഥത പോലെ അല്ലേ. ഞാൻ വിമർശിക്കാൻ പറഞ്ഞല്ലേ, തെറ്റിദ്ധരിക്കരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ മടങ്ങി വരിക. മൂന്നാമത്തെ കൂട്ടർ ഇടയന്മാര്. അവർക്കൊരു കൾച്ചർ പറയാനില്ല. ഭാഷയിൽ ആ വൈകല്യങ്ങളൊക്കെ ഉള്ളവരാണ്. നാലാമത്തെ കൂട്ടരെ വിളിക്കുന്ന നൊമാഡ്സ്, നൊമാഡിക് പീപ്പിൾ. നൊമാഡിക്. കർത്താവ് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്ത ആൾക്കാരുടെ കാര്യമൊക്കെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സമയം തേക്കാൻ വേണ്ടി. നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാതെ ഈ ദേശാന്തരികളായി പാർക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഒരു ദേശത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകും, റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു കൂടാരം അടിക്കും, ഒരു ടെന്റ് അടിക്കും. ഈ കൂടാരവാസികൾക്ക് നൊമാഡ്സ് എന്ന് പറയുന്നത് നൊമാഡിക് പീപ്പിൾ, വാണ്ടറിങ് പീപ്പിൾ, ചുറ്റിക്കറങ്ങി നടക്കുന്ന ആളുകൾ. അവർ കൂടാരവാസികളാണ്. അവർക്ക് സ്വന്തമായി വീടില്ല. എനിക്ക് ഭയങ്കര ടച്ചിങ് ഉള്ള ഒരു ഏരിയ ഉള്ളത്. അവർക്ക് സ്വന്തമായി വീടില്ല, സ്വന്തമായി സ്ഥലമില്ല. ആർക്കും എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ആരും ചോദിക്കാനില്ല. ആരെന്ത് ചെയ്താലും എന്തിനാണ് ആരങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ ആർക്കും ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി അവരുടെ ആ സ്ഥിതി എന്തായിരിക്കും. ഒരു അവകാശം, ഒരു പ്രിവിലേജസും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഈ കൂടാരവാസികളായ നൊമാഡ്സ് എന്ന് പറഞ്ഞ ആളുകൾ. ആ സാമൂഹ്യ പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ വേണേ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വീട് സ്വന്തമായിട്ടില്ല, കൂടാരവാസികൾ. സ്തോത്രം. കർത്താവ് ഈ മറ്റേ ഇടയന്മാരെക്കാൾ സമൂഹത്തിൽ ഏറ്റവും താന്ന ആളുകൾ അവരാണ് ഈ നൊമാഡ്സ്. കണ്ടോ? വീടൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു ടെന്റ് വലിച്ചിട്ട് അതിനകത്ത് താമസിക്കുക. വീടുമില്ല, കൂടുമില്ല, ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ആർക്കും എന്തും ചെയ്യാം, ആട്ടിക്കളയാം. ഒരു സംരക്ഷണം കിട്ടാത്ത, അവകാശങ്ങളൊന്നുമില്ലാത്ത, ഒരു പ്രിവിലേജസും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ. അവരാണ് നൊമാഡ്സ്. മനസ്സിലായോ? വിശ്വാസത്തിലേക്ക് വന്ന ഭക്തന്മാർക്ക് ഏറ്റവും ഇഷ്ടം ആ പദവിയായിരുന്നു. എനിക്ക് അറിയാം, ഒരെണ്ണം പോലും സ്വോത്രം പറയുന്നത്. നല്ല ഗ്യാരണ്ടി എനിക്ക്. മനസ്സിലായോ? വിശ്വാസത്തിൽ വന്ന ഭക്തന്മാർ സ്വീകരിച്ച പൊസിഷൻ അതായിരുന്നു. നൊമാഡ്സ്. വീടും കൂടും ഒന്നും ഇല്ലാതെ താൽക്കാലിക വാസികളെ ജീവിക്കുന്ന കാറ്റഗറിയിൽ പെടുന്നതായിരുന്നു അവർക്കിഷ്ടം. മനസ്സിലായോ? അതുകൊണ്ടല്ല അന്ന് അവരൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ടോ? കൂടാരവാസികളാകും നമുക്കിഹേ വീടെന്നോ നാടെന്നോ ചൊൽവാനുണ്ടോ. കൂടാരവാസികൾ ആകും നമുക്കിഹേ വീടെന്നോ നാടെന്നോ ചൊൽവാനുണ്ടോ. കർത്താവേ നീ എന്റെ സങ്കേതമാകെയ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. മിസ്രയീം വിട്ടതിൽ ഭേദിപ്പാനില്ലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. മിസ്രയീം വിട്ടതിൽ ഭേദിപ്പാനില്ലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടയും ഒക്കെയും വാദത്ത നാട്ടിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാദത്ത നാട്ടിലുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. ആമേൻ. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്.
ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഓ കർത്താവേ, നീ എന്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. കർത്താവേ, ശോധന തെരുതേരെ വന്നാലും ജിബ്രാൾട്ടർ പോലെന്നെ പാലിക്കേണേ. ഹല്ലേലൂയാ, സ്തോത്രം. ആര് പാടാന്? ഞാൻ തന്നെ സോളോ പോലെ പാടി. നമുക്കിഷ്ടം. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. ശരിയാ, ആഹാരമൊന്നും കുറയാത്തോണ്ടല്ലേ എല്ലാ ദിവസവും രാവിലെ നീ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാക്കി വരുന്നത്. തിന്നിരുന്നുണ്ട്. സ്തോത്രം. വളിച്ചതും പൊളിച്ചതും എല്ലാം മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്ക്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നേ. സ്തോത്രം. പണ്ടത്തെ ആ കൂട്ടായ്മയുടെ മഹത്വം അറിയുന്നുള്ളത് പറഞ്ഞിട്ട് കാര്യവും. എനിക്ക് ഒരുപാട് കാര്യം പറയാൻ തോന്നുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നൊമാഡ്സ്, കൂടാരവാസികൾ, മനസ്സിലാകുന്നുണ്ടോ? നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ, സ്വർലോകത്തിൻ തങ്ക തെരുവിൽ താൻ പാടും പാട്ടൊന്ന് വിരവിൽ. അങ്ങനെയൊക്കെയാ പാട്ടൊക്കെ പാടി. ശരിയാണോ? അറിയത്തില്ല പാട്ടല്ലേ? നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം പാടും പാട്ടൊന്നു വിരവിൽ. അതൊക്കെയാ പാടിക്കൊണ്ടിരുന്നത്. ഇന്നലെക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയ നാടിനോട് ഏറ്റവും അടുത്തായത് എനിക്ക് എത്ര ആനന്ദം. സ്തോത്രം. ആര് പാടാനാ? കാരണം 2024 ഒരു പുതിയ വാഗ്ദത്തം. ഇപ്പോഴുള്ളത് പൊളിച്ച്, ഇപ്പോൾ ഉള്ള വീട് അത് പൊളിച്ച് 25,000 സ്ക്വയർ ഫീറ്റ് പരിശുദ്ധാത്മാവ് കാണിക്കും. പരിശുദ്ധാത്മ ഇപ്പൊ ദൈവസഭയുടെ പണിയെല്ലാം വിട്ടച്ച് സർവേയുടെ പുറകെ നടക്കും. ഇപ്പം സ്ഥലം അളന്നിരിക്കുക, പിന്നെ ഈ വീട് പണിത് കൊടുക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ പണി. ദൈവസഭ ഒരുക്കുന്ന പരിപാടി എല്ലാം വിട്ടു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, അളന്നിരിക്കുന്നത്. എന്താ കാണിക്കാൻ? പരിശുദ്ധാത്മാവ് അളന്നിരിക്കുന്നത് എന്തോ എടുക്കാൻ? എടാ, നമ്മൾ ഇവിടുത്തുകാരല്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഇബ്രാഹിം 11 അവസാനിക്കൽ പറയുക, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇവിടെ അല്ലല്ലോ നമ്മൾ, പിന്നെന്തിനാണ് വല്ലതും കിട്ടുമെന്നൊക്കെ നീ വിഷമിക്കുന്നത്? സ്തോത്രം. അതിന് പറ്റിയ കുറെ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ കാശടിച്ച് മാറ്റാവുന്ന വിദഗ്ധമായി ഗവേഷണം നടത്തുന്ന കുറെ ടീമുകൾ. നിങ്ങൾ വിചാരിക്കും ഈ പുള്ളിക്ക് പ്രവാചകനോട് എതിരാണ്. നോ നോ നോ. വിശേഷ പ്രവചനപരം വാൻസിപ്പീൻ. നിങ്ങൾ എല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? അങ്ങനെ വേദോസ്തല്ല, ഞാൻ പ്രവചനത്തിനെതിരായിട്ട് പറഞ്ഞല്ല. പക്ഷെ നമ്മളെ എങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നുള്ള വിഷയം, ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണോ ലോകത്തോട് അടുപ്പിക്കുകയാണോ എന്നുള്ള വിഷയം. സ്തോത്രം. ഏദൻ തോട്ടത്തിൽ പിശാച് അതേ തന്ത്രം തന്നെ അത് ദൈവമക്കൾ ഒരിക്കലും കാണിക്കുന്നത്. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ അതിനേക്കാൾ ടേസ്റ്റ് ആണെന്ന് തോന്നി. സ്തോത്രം. അല്ല, നിങ്ങൾ കണ്ട പോലെ അത് തിന്നു നോക്കണം, അപ്പൊ അറിയാം. അത് തന്നെ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ താമസിക്കുന്നൊന്നുമല്ല, വേറെ ദൈവം നമുക്ക് പണിതുകൊണ്ടിരിക്കുക കേട്ടോ. എടാ, ഉള്ളം കൂടെ വിറ്റാച്ച് ഇറങ്ങിയവരാ ദൈവമക്കൾ. ഇതൊന്നും വേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇറങ്ങിരിപ്പ എന്നെ ഉണ്ടാക്കാൻ നോക്കി നടക്കുക. എനിക്കറിയാം ഞാൻ രക്ഷപ്പെടാത്ത ഇതുകൊണ്ടാണ്. ശിശുവിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ 34-ാമത്തെ വർഷമായി. 34-ാമത്തെ വർഷമായിട്ട് ഞാൻ ഇപ്പോഴും വാടക വീട്ടിലല്ലേ. സ്വന്തമായ സൂര്യ വെക്കാനുള്ള സ്ഥലം എനിക്കില്ല. ഇറക്കി വിട്ടാൽ കയറി ചെന്ന് കിടക്കാൻ സ്ഥലമില്ല. സ്തോത്രം. ജോലിസൊക്കെ താമസിച്ച റാസൽ കൈമേലും ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ദിറംസ് ഒന്നും അടിച്ചുകൊണ്ടല്ല ഞാൻ പോകുന്നത്. സ്തോത്രം. കാരണം റാസൽ കൈമേലെ ദൈവം സമ്പന്നനും
ഇവിടുത്തെ ദൈവം ദരിദ്രനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് UAE വന്നിറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ പിരിവിന് വന്ന് ഉപദേശിക്കാനെന്ന്. സ്വോത്രം. ഞാൻ ഇവിടുന്ന് തിരിച്ചു വരാൻ ടിക്കറ്റ് വാട്ടല്ലേ പോകുന്നു, പിന്നെ ഞാൻ നമുക്കൊന്ന് വട്ടം കറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ പോക്കും വരും എന്ത് എളുപ്പമായിരുന്നു അറിയോ. കുവൈറ്റിൽ ചെന്നപ്പോൾ ഇത് തന്നെ പറഞ്ഞു, എന്നെ സ്പോൺസർ ചെയ്ത ഡോക്ടർ കുറെ വിഷമിച്ചതാണ്. അവിടുത്തെ ഏറ്റവും വലിയ IPC സർട്ടിഫിക്കറ്റ് കയറി ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ പിരിവിന് വന്ന് ഉപദേശിക്കേണ്ടത്. എല്ലാവരും പറഞ്ഞു, ഇവനെ പോലെ അഹങ്കാരി ലോകത്തിലില്ല. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയാം, ക്ലാസ് ആണെങ്കിലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയട്ടെ, ഞാൻ തച്ചിനിറങ്ങിയതല്ല, ഞാൻ തച്ചിനല്ല, ഇത് ഉടമ്പടിയാ. നിങ്ങൾക്ക് മനസ്സിലായി കാണുക. പ്രൈസ് ദി ലോർഡ്. ഞാനേ തച്ചിനിറങ്ങി ഉപദേശിയല്ലെന്ന്, ഉടമ്പടിക്ക് യജമാനുമായിട്ട് കരാറിനിറങ്ങിയതാ. പണി തീരുന്നത് എനിക്കുള്ളത് കിട്ടും, അത് മതി. പിന്നെ ഈ ഭൂമിയിൽ ആയിക്കത്തൊന്ന ആള് നടത്താമെന്ന് ഒരുത്തം പറഞ്ഞിട്ടുണ്ടെന്ന്, പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഭാരമില്ല, തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു, ദൈവം എന്നെ നടത്തിയിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. സ്തോത്രം. മനസ്സിലായോ? ഉറക്കണമെന്നേ. മനസ്സിലായോ? തൻ്റെ ഇടമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ 4ാമത്തെ കാറ്റഗറി നമ്മൾ ചേർത്ത് കെട്ടാൻ. കൂടാരവാസികളായി ഇവിടൊന്നും നിലനിൽക്കില്ലെന്നും ഇവിടൊന്നും സ്ഥിരമല്ലെന്നും തിരിച്ചറിയാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ, സമയമായി. പക്ഷെ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? സ്തോത്രം. നിങ്ങൾ ഈ വാഗ്ദത്തം പറയുമ്പോൾ ഞാനൊരു ഇതിനകത്തുള്ളതല്ലെങ്കിൽ ഞാൻ ചേർത്തെന്ന് പറയാവേ, പിന്നീട് പറഞ്ഞാണെങ്കിൽ ഞാനൊന്ന് പറയാം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ അബ്രഹാമിന്റെ ഭാര്യയായ സാറ മരിച്ചു. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാറുള്ള ഒരു ദൂതായിട്ട് പറയുക, നിങ്ങളത് ഏറ്റെടുത്തു. എനിക്ക് ദൂത് പറയണമെങ്കിൽ പുസ്തകത്തിൽ കൂടെ പറഞ്ഞു, കാരണം എന്റെ പ്രവചനം തെറ്റും, വേദോസം തെറ്റിയല്ല, അതാ എന്റെ ധൈര്യം. സ്തോത്രം. ഞാൻ പറഞ്ഞാൽ തെറ്റിയ എപ്പോ പാലിച്ചായി പോയെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ വേദപുസ്തകം ആകാശഭൂമി മാറിപ്പോയാലും വചനം വള്ളി പുള്ളി മാറുകയില്ല. അതുകൊണ്ട് ഞാൻ വചനത്തോട് നിങ്ങളൊരു ദൂത് പറയാം. നോക്കിക്കണേ. അബ്രഹാമിന്റെ ഭാര്യ സാറ മരിച്ചു. സാറയെ അടക്കാൻ സ്ഥലമില്ല. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോഴേ ദൈവം അബ്രഹാമിന് ഒരു സ്ഥലം കൊടുത്തു. അബ്രഹാമിന് സ്വന്തമായിട്ട് ഒരു ദേശം കൊടുത്തു. ഞാൻ സാധാരണ എന്റെ ശുശ്രൂഷയിൽ ജനത്തിന് മനസ്സിലാക്കാൻ ഇങ്ങനെ അവതരിപ്പിക്കാം. ഞാൻ നിങ്ങളോട് അങ്ങനെ തന്നെ പറയാം. അബ്രഹാമിന് കിട്ടിയ സ്ഥലം നമുക്ക് സ്ഥലം കിട്ടിയ നമ്മുടെ പേരിലാക്കണ്ടേ? നമ്മുടെ പേരിൽ ആധാരം ചെയ്ത് കരമടച്ചിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ സ്വന്തമാകുന്നത്. അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ? നമുക്ക് നമ്മുടേതാന്ന് പറയാവുന്നതേ ഉള്ളൂ. നമുക്ക് അവിടെ സ്ഥലമുണ്ട് ഇവിടെ സ്ഥലമുണ്ട് പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മുടെ പേരിലാവുമ്പോഴേ, ഇപ്പം ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് എറണാകുളത്ത് ഞങ്ങൾക്ക് വീട് സ്ഥലമുണ്ട്, പാസ്സ് തന്നേക്കാവുന്നു, തരുമായിരിക്കും. സ്തോത്രം. ഇടപെടുകയാണെങ്കിൽ ദൈവാത്മാവ് ഇടപെട്ടെന്നോർത്ത് ഞാനങ്ങ് പറയും, ഇല്ലേ? അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മാത്രം പോലെ നമ്മുടെ പേരിലാക്കി തരുമ്പോഴേ നമ്മുടെ ആകത്തുള്ളൂ, അല്ലേ? ദൂതേറ്റെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മുടേതാകുന്നത് നമ്മുടെ പേര് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാത്തവൻ നമ്മുടേതാ പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. അബ്രഹാമിന് കിട്ടിയ സ്ഥലം അബ്രഹാം പേരിലാക്കാൻ വേണ്ടി രജിസ്ട്രാർഡ് ഓഫീസിൽ ചെന്നു. അപ്പൊ നമ്മൾ ഈ സ്ഥലം രജിസ്ട്രാർഡ് ഓഫീസിൽ ചെന്ന് എഴുതുമ്പോൾ കിഴക്ക് വശത്ത് ആരാണ്, പടിഞ്ഞാറ് ആരാണ്, തെക്ക് താമസിക്കുന്നവരാണ്, വടക്ക് താമസിക്കുന്ന 4 അതിരും ആരുടെയൊക്കെയാണെന്ന് പറയണം. അതും കൂടെ ചേർത്ത് എഴുതുന്നത്. അബ്രഹാം രജിസ്ട്രാർ ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞ പരിശുദ്ധനായിട്ട് രജിസ്ട്രാർ ഓഫീസ് ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. അല്ല ഇത് കഴിഞ്ഞ് ഞാൻ തിരുപദേശം പറഞ്ഞ് നാളെ ഫേസ്ബുക്കിലാക്കുന്നൊന്നും ഇട്ടേക്കോ ചെയ്തേക്കരുത്. അപ്പൊ അബ്രഹാമിനോട് ചോദിച്ചു, ഈ സ്ഥലത്തിന്റെ അതിരൊന്ന് പറഞ്ഞേക്കാൻ. അബ്രഹാം അതിര് പറഞ്ഞതും അന്ന് ആ രജിസ്ട്രാറുടെ ബോധം പോയത്. ഇന്ന് വരെ പുള്ളിക്ക് ബോധം വീണിട്ടില്ല. കാരണം അറിയാമോ? നദി മുതൽ മഹാനദി വരെ, സ്തോത്രം, ഫ്രാത്ത് വരെയാന്ന് പറഞ്ഞ അതിര്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സ്ഥലം ഏതെന്നറിയാമോ? പലസ്തീനാട് എന്ന് പറഞ്ഞ ഒരു രാജ്യം മുഴുവൻ അബ്രഹാമിന്റെ. സ്തോത്രം. പലസ്തീനാട് എന്ന് പറഞ്ഞ ഒരു രാജ്യം മുഴുവൻ ആറതാ? അബ്രഹാമിന്റെ. അത് ആര് കൊടുത്തതാ? ദൈവം നേരിട്ട് കൊടുത്തല്ല. ഇവിടെ ആരും കൊടുത്തതല്ല, ദൈവം നമ്മുടെ നേരിട്ട് കൊടുത്തതാ. ഒരു രാജ്യം മുഴുവൻ സ്വന്തമായിട്ടുള്ള അബ്രഹാം. നോക്കിയേ, അബ്രഹാമിന്റെ ഭാര്യ സാറ മരിച്ചു, അടക്കാൻ സ്ഥലമില്ല. അബ്രഹാം സാറയെ കുറിച്ച് വിലപിച്ച് കരഞ്ഞതാണ്. നിങ്ങൾ 23-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിന്റെ വായിച്ചു നോക്കിയാൽ മതി. ഉടനെ അബ്രഹാം എഴുന്നേറ്റ്
ആ ദേശത്ത് പാർത്തിരുന്ന ഹിത്യരോട് ഇത് ചോദിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, സംസാരിക്കുന്നതിനെയാണ്. ഹിത്യരോട് പറയുക, ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാകുന്നു. എന്റെ ഭാര്യ സാറയെ അടക്കാൻ 1 ആറടി മണ്ണ് എനിക്ക് വിലയ്ക്ക് തരണം. ഹിത്യരോട് എന്ന് പറയാ, ഭാര്യ സാറയെ അടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 1 ആറടി മണ്ണ് തരണം, ഞാൻ എന്റെ പൈസ തരാം. ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാകുന്നുവല്ലോ. ഹിത്യര് ഞെട്ടിപ്പോയി. ഹിത്യര് പറഞ്ഞ മറുപടി കേൾക്കണോ? യജമാനനെ, അങ്ങനെ പറയരുതേ, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. ഇതിന്റെ പേരാ സാക്ഷ്യം. മനസ്സിലായോ? അബ്രഹാം പറയാ, ഞാൻ പരദേശിയാണ് നിങ്ങളുടെ നടുവിൽ. ഹിത്യര് പറയാ, അങ്ങനെ പറയരുത്, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. അബ്രഹാം പരദേശിയായിട്ടാണ് ജീവിച്ചതെങ്കിലും ഹിത്യർക്ക് ബോധ്യമായി ഇവൻ ദൈവത്തിന്റെ പ്രഭുവാണ്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അബ്രഹാം പറഞ്ഞു, ഞാൻ പരദേശിയാ. ഹിത്യര് പറയാ, അങ്ങനെ പറയരുത്, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. അങ്ങക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങളോട് ചോദിക്കണോ? ഇത് സ്ഥലം മൊത്തം ആരുടെയാ? അബ്രഹാമിന്റെയാ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ദൈവം നേരിട്ട് കൊടുത്ത സ്ഥലമാണ് ഈ രാജ്യം മുഴുവൻ. ഒരു രാജ്യം മുഴുവൻ സ്വന്തമായിട്ട് ദൈവം തന്നെ കൊടുത്തിട്ടും അതിന്റെ സൂചി കുത്താനുള്ള സ്ഥലം അബ്രഹാം പേരിൽ എഴുതി ചേർത്തിട്ടില്ല. എബ്രാലേഖനം 11-8 വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. വിശ്വാസൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് വിളിക്കപ്പെട്ടാറേ എവിടേക്ക് പോകുന്ന അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിന്റെ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം കൂടാരത്തിൽ പാർത്തിട്ട്, കണ്ടോ, കൂടാരത്തിനകത്ത് പാർത്തിട്ട്, ഈ നമ്മുടെ വിഷയമായിട്ട് ഒരു ബന്ധമുള്ളതല്ല, ഞാൻ നിങ്ങളോട് ഒരു ദൂതായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. കൂടാരത്തിനകത്ത് പാർത്തിട്ട് ഇസഹാക്കിനോട് പറഞ്ഞു, കൊച്ചുമകനായ യാക്കോബിനോട് പറഞ്ഞു, ഈ രാജ്യം മുഴുവൻ ദൈവം നമുക്ക് സ്വന്തമായിട്ട് തന്ന യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം തന്നതാണെങ്കിലും ഇതല്ല നമ്മുടെ ദേശം. മക്കളോടും കൊച്ചുമക്കളോടും പറയുക, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനും കൂടെ കൂടാരങ്ങളിൽ പാർത്തെന്ന്. ഒരു രാജ്യം മുഴുവൻ സ്വന്തമായിട്ട് കിട്ടിയ ദേശത്ത് അബ്രഹാം പാർത്തത് കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. മക്കളോട് പറഞ്ഞു, ദൈവം തന്ന സ്ഥലമായതുകൊണ്ട് നമ്മുടേതാണെന്ന് പറഞ്ഞ് ഇതും കെട്ടിപ്പിടിച്ചിരിക്കരുത്. ഇത് നമുക്ക് നിലനിൽക്കുന്ന നഗരമല്ല, ദൈവശില്പിയായി നിർമ്മിച്ച മറ്റൊരു നഗരം നമുക്കുണ്ട്. അതിനുവേണ്ടി നോക്കി പാർത്തോളം അബ്രഹാം ഇസഹാക്കിനോട് യാക്കോബിനോടുകൂടെ പറഞ്ഞു കൊടുത്തു. സ്തോത്രം. അന്നേരം ആ പ്രവാചകൻ പറഞ്ഞു, ഇപ്പോൾ ഇത് പൊളിച്ച് ഞാൻ ദൈവാത്മാവിൽ കാണുന്നു, വണ്ടി വളഞ്ഞു വന്ന് കയറും, എന്നെ നേരെ കയറിയ ഒക്കിയല്. സ്തോത്രം. അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവരെ വീഴിക്കാനൊക്കും. ഇങ്ങനെ വളഞ്ഞു വന്ന് വണ്ടി കയറി മുറ്റത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. സ്തോത്രം. പിന്നെ അവൻ എവിടെ നോക്കിയാലും വളഞ്ഞ റോഡും വളഞ്ഞ വീടും അവന്റെ മനസ്സിൽ മുഴുവൻ. കണ്ടോ? ഉയരത്തുള്ള ചിന്തിക്കേണ്ടതിന് പകരം ഇവൻ ഇവിടുത്തെ വീടും വണ്ടിയും നോക്കിക്കൊണ്ട് നടക്കുക. എങ്ങോട്ടാ കൊണ്ടുപോകുന്ന നോക്കിയേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇടയിട ഇവനോ വീടും കൂടുമില്ല, ആർക്കേലും 5 സെന്റ് തലോടി വീടും കിട്ടുന്ന അവൻ അതും സമ്മതിക്കുകയല്ലോ. പ്രിയരെ, ഈ ഭൂമി ജീവിക്കുമ്പോൾ മാന്യമായി ജീവിക്കണം. നല്ല വീടും കൂടും ഒക്കെ വേണം. വേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറഞ്ഞ ആശയത്തിൽ ഉൾക്കൊള്ളത്. സ്തോത്രം. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ ദർശനവും കാഴ്ചപ്പാട് ഇവിടെ ആയിരിക്കരുത്. ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത് ഞാൻ ഈ പറഞ്ഞത്. നമ്മളിവിടുത്തെ ജസ്റ്റ് വി ആർ പാസിംഗ് ബൈ. മനസ്സിലാകുന്നുണ്ടോ? അക്കരനാളിലേക്കുള്ള യാത്രയിലല്ലേ. അവിടെ നമുക്ക് ഈ രീതി നല്ലത് തന്നെയാണ്. നമുക്ക് നൊമാഡ്സ് എന്ന കാറ്റഗറി നമ്മളെ കൂടെ കയറ്റിയിടാം. സ്തോത്രം. അത് നന്നായിരിക്കും. നമ്മുടെ വിശ്വാസം ഉറയ്ക്കാൻ അത് കാരണമായിട്ടുണ്ട്. സമയം മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ 4 കാറ്റഗറിപ്പെട്ട ആളുകൾ അന്ന് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. അതിലേറ്റവും താഴെ കിട്ടുന്ന 2 കൂട്ടരോടാണ് കർത്താവിന് ഏറ്റവും അധികം അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന. അവരുമായിട്ടാണ് ഇടപെട്ടത്. അത് നമുക്ക് മാതൃയാകണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വെള്ളിയാഴ്ച വീണ്ടും നമുക്ക് ഇന്ന് അവസാനിപ്പിച്ചിരുന്ന ബാക്കി തുടങ്ങാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.